എന്താണ് ബർമുഡ ട്രയാങ്കിൾ? ഇത് വളരെ മിസ്റ്ററി ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം പല വിമാനങ്ങളും അല്ലെങ്കിൽ കപ്പലുകളും ഈ ഒരു വഴിയിൽ വെച്ച് മിസ്സായിട്ടുണ്ട്. രണ്ടാമതായിട്ട് വരുന്നത്, ഇതിന് പിന്നിൽ ടൈം ട്രാവലായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്നുള്ളതാണ്. ടൈം ട്രാവൽ എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരു പ്രധാനമായി മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം. നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബർമുഡ ട്രയാങ്കിൾ? ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു പ്രദേശമാണ്. ഫ്ലോറിഡ, ബെർമുഡ, പ്യൂർട്ടോറിക്കോ എന്ന് പറയുന്ന ഈ 3 സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു ട്രയാങ്കിൾ രൂപത്തെയാണ് ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ബർമുഡ ട്രയാങ്കിൾ എന്ന് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. കാരണം ഇത് വളരെ മിസ്റ്ററി ആയിട്ടുള്ള ഒരു ഏരിയയാണ്. കാരണം പല വിമാനങ്ങളും അല്ലെങ്കിൽ കപ്പലുകളും ഈ ഒരു വഴിയിൽ വെച്ച് മിസ്സായിട്ടുണ്ട്. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വളരെ ഒരു മിസ്റ്ററി, അല്ലെങ്കിൽ ആ ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു വിമാനങ്ങൾക്കും ആ ഒരു ഷിപ്പിനൊക്കെ എന്ത് പറ്റി എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ പലർക്കും ഉണ്ടാവും. ഇതിന് പിന്നാലെ ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര മിസ്റ്ററി ആണെങ്കിൽ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പല എഴുത്തുകളിലൊക്കെ പല രീതിയിലുള്ള തിയറീസ് വരാറുണ്ട്. അതിൽ ഒന്നാണ് ഇത് ഏലിയൻസിന്റെ എന്തെങ്കിലും പവറാണോ അല്ലെങ്കിൽ ഏലിയൻസ് മൂലം വരുന്ന ഒരു കാര്യമാണോ എന്നുള്ളത്. അതൊന്ന്. രണ്ടാമതായിട്ട് വരുന്നത്, ഇതിന് പിന്നിൽ ടൈം ട്രാവലായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്നുള്ളതാണ്. ടൈം ട്രാവൽ എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരു പ്രധാനമായി മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം. പിന്നീട് വരുന്നതാണ് ഈ പറയുന്ന പോലെ ഒരു മാഗ്നറ്റിക് ഫോഴ്സ്. എന്തെങ്കിലും തരത്തിലുള്ള മാഗ്നറ്റിക് ഫോഴ്സ് ഈ പറയുന്ന വിമാനങ്ങളെയോ അല്ലെങ്കിൽ കപ്പലുകളെയോ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്നുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷേ സയന്റിഫിക് ആയിട്ട് നോക്കുമ്പോൾ ഇതൊക്കെ വെറും ഒരു തിയറി മാത്രമാണ്, അല്ലാതെ ഇതിലൊന്നും സത്യം ഇല്ല എന്ന് തന്നെയാണ്. സയന്റിഫിക്കലി ഇത് പ്രൂവ്ഡ് അല്ല, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രൂഫും ഇല്ല ഈ പറയുന്ന ഏലിയൻസ് ആണോ അല്ലെങ്കിൽ ടൈം ട്രാവൽ അല്ലെങ്കിൽ ടൈം ലൂപ്പ് പോലുള്ള എന്തെങ്കിലും ലൂപ്പിൽ പെട്ടു പോവുകയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാഗ്നറ്റിക് ഫോഴ്സ് ആണോ എന്നുള്ളത് ഇതുവരെ യാതൊരു തരത്തിലുള്ള ഒരു പ്രൂഫും ഇല്ല. പിന്നെ 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 പ്രധാനമായിട്ട് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് മുന്നിൽ വരുന്നത്. കാരണം നമ്മളിപ്പോൾ എന്ത് നോക്കിയാലും ഒരു ശാസ്ത്രജ്ഞന്മാർ എന്താണോ പറയുന്നത് അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവാതിരിക്കില്ല എന്നുള്ളത് പൊതുവേ നമുക്കുണ്ട്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഇതിന് പൊതുവെ പറയുന്നത് ഇത് ഒരു ഹ്യൂമൻ എറർ എന്നാണ് അവർ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഷിപ്പോ അല്ലെങ്കിൽ ഒരു വിമാനമോ പോകുന്ന സമയത്ത് അതൊരു നാവിഗേഷൻ പ്രോബ്ലം, അതായത് അവർക്ക് വഴി തെറ്റുകയാണോ അല്ലെങ്കിൽ നാവിഗേഷൻ പ്രോബ്ലം അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ട്രോങ് സ്റ്റോംസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ കൂടുതലായിട്ട് എടുത്തിടുന്നത്. പിന്നെ വരുന്നൊരു കാര്യമാണ് ഈ പറയുന്ന പോലെ കടലിന്റെ അടിയിൽ നിന്ന് വരുന്ന മീത്തേൻ ഗ്യാസ് പോലുള്ള അതൊക്കെ കൊണ്ടാണോ ഇനി ഇത് മിസ്സായി പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പല തിയറീസും വരുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ലോകത്തിൽ തന്നെ എന്തെങ്കിലും ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു സംഭവത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൾക്കാർക്ക് കുറച്ചൊരു ഡൗട്ടുള്ള ഒരു കാര്യത്തെയോ കുറച്ച് പോപ്പുലർ ആയിട്ട് വരുന്ന സമയത്ത്, അതായത് ബെർമുഡ ട്രയാങ്കിൾ പോലുള്ള ഇഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് ആൾക്കാർ പല തിയറീസ് അടിച്ചിറക്കും. ഈ പറഞ്ഞ ഏലിയൻസ് ആണോ അല്ലെങ്കിൽ ടൈം ട്രാവൽ ആണോ ലൂപ്പാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മാഗ്നറ്റിക് ഫോഴ്സ് ആണോ എന്നുള്ളത്. അത് പല തിയറീസും വരും. പക്ഷെ സയന്റിഫിക്കലി ഒന്നിനും ഒരു പ്രൂഫ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇന്നും ആളുകൾക്ക് ഒരു മിസ്റ്ററിയാണ്. അതായത് ഈ ലൂപ്പിൽപ്പെട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞല്ലേ ഈ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന ലൂപ്പാണോ അല്ലെങ്കിൽ അത് ഈ പറയുന്ന ബർമുഡ ട്രയാങ്കിളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ വിമാനങ്ങളും ഷിപ്പുകളൊക്കെ എവിടെ പോയി എന്നുള്ളത് ഇന്നും ഒരു മിസ്റ്ററിയാണ്. അതിൽ ലൂപ്പിൽ പെട്ടുപോയതാണോ എന്നൊക്കെയാണ് പലരുടെ സംശയം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഇതിൽ വേറെ സയന്റിഫിക് ആയിട്ട് പറയുന്നത് യാതൊരു തരത്തിലുള്ള ടൈം ലൂപ്പോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ എലമെന്റോ ഒന്നും അല്ല എന്ന് തന്നെയാണ് സയന്റിഫിക്കലി പറയുന്നത്. കാരണം യാതൊരു തരത്തിലുള്ള പ്രൂഫും ഇല്ല. അപ്പൊ നമുക്കിതൊരു ടൈം ലൂപ്പാണ്, ടൈം ട്രാവൽ ആണ് അല്ലെങ്കിൽ ഏലിയൻസ് ആണ് ഇതിന്റെ പിന്നിൽ എന്നൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഉത്തരവില്ല, കാരണം പ്രൂഫില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ്? ഇതൊരു സൂപ്പർ നാച്ചുറൽ എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്താണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ബർമുഡ ട്രയാങ്കിൾ എന്നത് ഒരു ഭയപ്പെടുത്തുന്ന വിഷയമാണെങ്കിലും ഇതിന്റെ പിന്നിൽ കൂടുതലും നാച്ചുറൽ റീസൺസ് ആണ് പറയപ്പെടുന്നത്. ഇതൊരു സൂപ്പർ നാച്ചുറൽ ആണോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇതിനെ വിശ്വസിക്കുന്നത്?